അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നമ്മളെ ചരിത്രം ചികഞ്ഞെടുത്ത് നമുക്ക് ഒരാളെ വിലയിരുത്താൻ വേണ്ടിയാണ്. മൺമറഞ്ഞ മഹാനായ മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനെ ചെറിയ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനും പ്രഗത്ഭ പാർലമെൻറ്റേറിയനും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സ്ഥാപകനും ചന്ദ്രിക ഡയറക്ടറുമായിരുന്ന മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് വേർപാടിന് 20 വർഷം തികയുന്ന ഈ ഒരു സന്ദർഭത്തിൽ സേഠ് സാഹിബിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സേഠ് സാഹിബിനെ സേഠ് സാഹിബിനെ കുറിച്ച് ചരിത്രം ചികഞ്ഞെടുക്കുമ്പോൾ നിയമനിർമ്മാണ സഭക്കകത്തും പുറത്തും നൂറ്റാണ്ടിലേറെ കാലം ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി നിറഞ്ഞു നിന്ന മുസ്ലിം രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്. 35 വർഷം MP ആയിരിക്കുകയും 10 പ്രധാനമന്ത്രിമാരുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുകയും ലോക മുസ്ലിം നേതൃനിരയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്ത എക്കാലത്തെയും ഇന്ത്യൻ മുസ്ലിം നേതാവ് കൂടിയാണ് മഹാനായ സേഠ് സാഹിബ്. ബാംഗ്ലൂരിലെ ധനാഢ്യ കുടുംബത്തിൽ മുഹമ്മദ് സുലൈമാൻ സേഠിൻ്റെ മകനായി 1922 നവംബർ 3 അദ്ദേഹം ജനിക്കുന്നത്. കുട്ടിക്കാലം ചിലവഴിച്ചത് മാതാവ് സൈനബ് ബായിയുടെ സ്വദേശമായ തലശ്ശേരിയിൽ, പഠനം മംഗലാപുരത്തും ബാംഗ്ലൂരിലും. വിവാഹാനന്തരം 1950 മട്ടാഞ്ചേരിയിലും കൊച്ചിയിലുമായി പ്രവർത്തന മേഖലയായിരുന്നു അദ്ദേഹത്തിൻ്റെ. 1941 മദ്രാസയിൽ നടന്ന സർവേന്ത്യ ലീഗ് സമ്മേളനത്തിൽ മുഹമ്മദ് അലി ജിന്ന, ലിയാഖത്ത് അലി ഖാൻ തുടങ്ങിയ മുൻനിര നേതാക്കളോടൊപ്പം വേദിയിലിരിക്കുമ്പോൾ സേഠ് സാഹിബിൻ്റെ പ്രായം വെറും 20 വയസ്സ് മാത്രം. മികച്ച പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലക്ക് സേഠ് സാഹിബ് എന്നും അറിയപ്പെടുന്ന നേതാവാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ മികച്ച പ്രാസംഗികരായിരുന്നു സേഠ് സാഹിബ്. 1956 കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിമോചന സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിനു പുറമെ മത, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കവെയാണ് 1960 മാർച്ച് 24 രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 3.5 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന പാർലമെൻ്ററി ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്. 1967 71 കോഴിക്കോട് നിന്ന് ലോകസഭയിലെത്തിയ സുലൈമാൻ സേഠ് സാഹിബ് പിന്നീട് 4 തവണ തുടർച്ചയായി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയെ പ്രതിനിധീകരിച്ചു. 1991 പൊന്നാനിയിൽ നിന്നും ജയിച്ചു. ഏറ്റവും കൂടുതൽ കാലം പാർലമെൻറ്റിലിരുന്ന മുസ്ലിം രാഷ്ട്രീയ നേതാവെന്ന പെരുമയുമായാണ് 1996 സേഠ് സാഹിബ് നിയമനിർമ്മാണ സഭയുടെ പടിയിറങ്ങിയത്. ഇംഗ്ലീഷ്, ഉറുദു അനായാസ്യം കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള നേതാവായിരുന്നു അദ്ദേഹം. അക്ഷരാർത്ഥത്തിൽ പാർലമെൻറ്റിലെ സിംഹമായിരുന്നു സേഠ് സാഹിബ്. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ച ശബ്ദമായി അദ്ദേഹം നിലകൊണ്ടു. ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി തുടങ്ങി നരസിംഹറാവു വരെയുള്ള 10 പ്രധാനമന്ത്രിമാർക്കു നേരെ അവശ്യഘട്ടങ്ങളിൽ വിരൽ ചൂണ്ടാൻ സേഠ് സാഹിബ് മടി കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി തിരിച്ചെടുക്കപ്പെട്ടപ്പോൾ, ഷബാനോ കേസിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശരിയത്ത് വിരുദ്ധ നിയമം സർക്കാർ കൈക്കൊണ്ടപ്പോൾ, ബാബരി മസ്ജിദ് വിഷയത്തിൽ സർക്കാർ അലസമായ നിലപാടെടുത്തപ്പോൾ, അപ്പോഴൊക്കെ സേഠ് സാഹിബ് എന്നും പാർലമെൻറ്റിൽ ഗർജിക്കുന്ന സിംഹമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബഗൽപൂർ ഉൾപ്പെടെയുള്ള മുസ്ലിം വിരുദ്ധ വർഗീയ കലാപങ്ങളിൽ അരങ്ങേറിയപ്പോൾ, ടാഡ നിയമത്തിൻ്റെ പേരിൽ മുസ്ലിം യുവാക്കൾ ജയിലടക്കപ്പെട്ടപ്പോൾ എല്ലാം അതിനെതിരെ ശബ്ദിക്കാൻ നേതൃത്വം നൽകിയത് സേഠ് സാഹിബായിരുന്നു എന്നത് നമ്മൾ ഓർക്കണം. ആ ഉറച്ച മുഴങ്ങുന്ന ശബ്ദം വാക്കുകൾക്ക് മുന്നിൽ പലപ്പോഴും സർക്കാരിന്
മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് സത്യം. MP എന്ന നിലയിൽ പല പാർലമെൻറ്റ് സമിതികളിലും അംഗമാവുകയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നിരവധി അന്താരാഷ്ട്ര വേദികളിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിൽ വിശുദ്ധിയും ലാളിത്യവും അന്ത്യം വരെ കാത്തു സൂക്ഷിച്ചതാണ് മഹാനായ മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയാനുള്ളത്. മുസ്ലിം നേതാവ് എന്ന നിലയിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും ഐക്യത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു മഹാനായ മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പുരോഗതിക്കായി രൂപം കൊണ്ട നിരവധി വേദികളുടെ പിറവിക്ക് പിന്നിൽ ഈ സമുദായ സ്നേഹി ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് മുഷാവറ 1964, ഓൾ ഇന്ത്യ ഫലസ്തീൻ കോൺഫറൻസ് 1967, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് 1973, ഓൾ ഇന്ത്യ ദില്ലി കൗൺസിൽ 1993, ബാബരി മസ്ജിദ് മൂവ്മെൻറ്റ് കോർഡിനേഷൻ കമ്മിറ്റി 1986 എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ഇവയിൽ പലതിൻ്റെയും കുഞ്ചിക സ്ഥാനങ്ങളിൽ അദ്ദേഹം അവരോധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ കേന്ദ്ര ഹജ്ജ് ഉപദേശക സമിതി, കേന്ദ്ര വഖഫ് കൗൺസിൽ, അലിഗഡ് മുസ്ലിം സർവകലാശാല കോർട്ട് എന്നീ ഔദ്യോഗിക സമിതികളിൽ സേഠ് സാഹിബ് ഉണ്ടായിട്ടുണ്ട്. കേരള വഖഫ് ബോർഡ് ചെയർമാനായും സേവനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പല അനാഥശാലകളുടെയും സംരക്ഷകനായിരുന്നു സേഠ് സാഹിബ്. തിരൂരങ്ങാടി യത്തീംഖാനയുടെ പ്രസിഡന്റായി 3 പതിറ്റാണ്ടിലേറെക്കാലം അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. കേരള മുസ്ലിം എഡ്യൂക്കേഷൻ